സ്കൂൾ തുറന്ന സമയത്ത് ബുക്കൊക്കെ പൊതിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ബ്രൗൺ പേപ്പർ കയ്യിലുണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് കാണിച്ചതിനായിട്ട് പോകുന്നത്. അപ്പം മോൻ്റെ സ്കൂളിലേക്കുള്ള ബുക്കൊക്കെ പൊതിഞ്ഞതിന് ശേഷം ബാക്കി വന്ന ബ്രൗൺ പേപ്പറാണ് ഇത്. അപ്പോൾ കുറച്ച് പീസ് മാത്രമേ എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ബ്രൗൺ പേപ്പറിൻ്റെ ഈ രണ്ട് സൈഡിൽ നമുക്ക് ഗ്ലേസിങ് ഇല്ലാത്തൊരു ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണേ. അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു പോർഷനാണ്. അതിനുശേഷം നമുക്കിത് ചെറിയ പീസാക്കി, അതായത് റൗണ്ട് പീസാക്കി വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാനായിട്ട് എളുപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് മടക്കി എടുത്തതിന് ശേഷം ചെറിയ പീസാക്കി എടുത്ത് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാനൊരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലൊക്കെ കുട്ടികൾക്ക് ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ബുക്സൊക്കെ പൊതിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോവാതെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രാഫ്റ്റാണ് ഇത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്രാഫ്റ്റ് കൂടിയത്. വീട്ടിലാണെങ്കിലും നമുക്ക് വെറുതെ ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുവേ. അങ്ങനെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന അത്രയും ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ കുറച്ച് എല്ലാ ബ്രൗൺ പേപ്പറും അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊരു ഹോൾ വേണം, അതിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഈർക്കിലാണ്. അപ്പോൾ ഈ ഈർക്കിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഈർക്കിലാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലൊരു നെയിൽ പോളിഷ് ഉണ്ടായിരുന്നേ, അത് കുറച്ച് തിക്കായിട്ട് പോയ നെയിൽ പോളിഷ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് വെറുതെ കളയണ്ടാന്ന് കരുതിയിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇതൊന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രൗൺ പേപ്പർ ഓരോ പീസ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഈ ഈർക്കിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഈർക്കിൽ എത്ര വലുപ്പം വേണോ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നീളത്തിലുള്ളതാണ് സെറ്റാക്കി എടുത്തേക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോ പേപ്പർ ഇതേപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണേ അടുത്ത പേപ്പർ വെച്ച് കൊടുക്കാനായിട്ട്. ഈ രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണേ. അങ്ങനെ നമുക്ക് എല്ലാ പേപ്പറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉള്ളത് അതനുസരിച്ചിട്ട്, അതുപോലെ തന്നെ ഈർക്കിലെടുക്കുന്നതും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നീളത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കൊരു 4 ഈർക്കിലിന് ചെയ്യാനുള്ള പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി ഇടണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുത്താണ്. അപ്പോൾ ഈ ഏറ്റവും മുകളിൽ ടോപ്പ് ഭാഗത്ത് നമുക്ക് ഈ മുത്തൊന്ന് പിടിപ്പിച്ച് കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് കൊടുത്താലും മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. നല്ലൊരു ഹോം ഡെക്കർ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ആവാതെ, ഈ പേപ്പറൊക്കെ വേസ്റ്റ് ആവാതെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ അടിപൊളി ഒരു ഹോം ഡെക്കറൂടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ പേപ്പറിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.